സീതാറാം യെച്ചൂരിയുടെ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ സമയങ്ങളാണ്. അദ്ദേഹം ഇന്നലെയാണ് വിടവാങ്ങിയത്. യെച്ചൂരി മരിക്കാത്ത ചെന്താരകം. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ ഡൽഹിയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും. 6 മണി മുതൽ വസതിയിൽ പൊതുദർശനം നടക്കും. കേരളത്തിലെ നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. കിരൺ ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കിരൺ ബാബു വിവരങ്ങളുമായി ചേരും. എന്തായാലും സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വലിയൊരു വിടവ് അദ്ദേഹം ബാക്കിയാക്കിയിരിക്കുന്നു. ഇനി ആര് അദ്ദേഹത്തിന് പിൻഗാമിയായി വരുന്നു എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് കേരളത്തിലെ നേതാക്കളടക്കം ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു നമ്മളെ വിട്ടുപോയത് വളരെ പെട്ടെന്നായിരുന്നു എന്ന് പറയാം നമുക്ക്. അത്തരത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗമാണ് അദ്ദേഹത്തിൻ്റെതായി സംബന്ധിച്ചത്. ഇന്നലെ എല്ലാവരുടെയും രാഹുൽ ഗാന്ധിയുടേതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത്രയും വേണ്ടപ്പെട്ട ഒരാൾ. രാജ്യമെന്നുള്ള കാര്യത്തിൽ ഇത്രയും അവഗാഹമുള്ള ഒരാളില്ല എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. കിരൺ ബാബു നമ്മളൊപ്പം ചേരുന്നത്. കിരൺ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അത് കൂടുതൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട്ടു നൽകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് നടക്കാൻ പോകുന്നതും. പക്ഷേ പൊതുദർശനം നാളെ എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇന്ന് മുതൽ തന്നെ ഉണ്ടോ? ഇന്ന് അദ്ദേഹത്തെ കാണാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ടോ? എൽദോ ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ വസതി മുന്നിലുള്ള വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത ബന്ധുക്കളടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അവർക്കടക്കം കാണുവാൻ വേണ്ടി ആ തരത്തിലേക്കാണ് വീട്ടിൽ ഒരു പൊതുദർശനം കൂടി വെക്കുന്നത്. പക്ഷേ പാർട്ടി ഓഫീസിലാണ് പൊതുജനങ്ങൾക്കും മറ്റ് നേതാക്കൾക്കും എല്ലാവർക്കും വേണ്ടിയുള്ള പൊതുദർശനം ഉള്ളത്. അത് നാളെയാണ് പൊതുദർശനം. പാർട്ടി ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് അല്പസമയം വീട്ടിൽ വെക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ബന്ധുക്കളടക്കമുള്ളവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അങ്ങനെ അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഇന്ന് വീട്ടിൽ വൈകുന്നേരം പൊതുദർശനം വെക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെ മുതലാണ് പൊതുദർശനം AKG ഭവനിൽ വെക്കുന്നത്. AKG ഭവനിൽ വെച്ചിട്ടാണ് പൊതുദർശനത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതോടൊപ്പം തന്നെ യെച്ചൂരിയെ കാണാനെത്തിയ ജനങ്ങളുമെല്ലാം അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കാണാനായി അവിടെ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്നും പാർട്ടി ഓഫീസിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ പല സ്ഥലങ്ങളിൽ നിന്നായി ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി പൊതുദർശനം പാർട്ടി ഓഫീസിൽ വച്ചിരിക്കുന്നത്. റൈറ്റ് കിരൺ, കേരളത്തിൽ നിന്ന് നേതാക്കളൊക്കെ ഇന്ന് ഡൽഹിയിലേക്ക് എത്തും. എങ്ങനെയാണ് ഈ പാർട്ടി അദ്ദേഹത്തിന് ഉള്ള ഒരു വിടവാങ്ങൽ ആലോചിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ കൂടി? എൽദോ CPMന്റെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയാണ്. CPMന്റെ ചരിത്രത്തിലെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയാണ് സീതാറാം യെച്ചൂരി. P. സുന്ദരയ്ക്കും EMSനും ഹർകിഷൻ സുർജിത്തിനും 4ാമതായി വന്ന പ്രകാശ് കാരാട്ടിന് ശേഷമാണ് സീതാറാം യെച്ചൂരി CPMന്റെ ജനറൽ സെക്രട്ടറി ആവുന്നത്. പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആവുന്ന കാലം വരെ ജനറൽ സെക്രട്ടറിമാർക്ക് കാലപരിധിയൊന്നും നിശ്ചയിച്ചിരുന്നില്ല. പിന്നീടാണ് 3 ടേം എന്നുള്ള ഒരു കാലപരിധിയിലേക്ക് CPM എത്തിയത്. അതിനുശേഷം 3 ടേം പ്രകാശ് കാരാട്ട് പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ സീതാറാം യെച്ചൂരി. യഥാർത്ഥത്തിൽ CPMന്റെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് ഒരാൾ മരിക്കുന്നതും ആദ്യമായി അതും ഒരു അസാധാരണമായ സംഭവമാണ്. അതും 72 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളത്. മുൻ ജനറൽ സെക്രട്ടറിമാരെല്ലാം മരണമടയുമ്പോൾ വലിയ പ്രായത്തിലേക്ക് 90 കഴിഞ്ഞ് കടന്ന് സുർജിത്തായാലും EMS ആയാലും എല്ലാം അവരെല്ലാം വലിയ പ്രായത്തിൽ തന്നെയാണ് മരിച്ചത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. അതിനേക്കാളൊക്കെ ഏറെ ചെറുപ്പത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലേക്ക് നന്നേ ചെറുപ്പത്തിൽ വന്നെങ്കിൽ അതേ പ്രായത്തിലൊക്കെ തന്നെ അദ്ദേഹം ജീവിതത്തോട് തന്നെ വിട പറഞ്ഞു പോകുന്നു എന്നുള്ളത് കൂടിയുണ്ട്. സീതാറാം യെച്ചൂരിയെ പോലെ ഒരു നേതാവിനെ വാങ്ങുമ്പോൾ CPM സീതാറാം എന്ന നേതാവിനോട് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ CPMന്റെ ഏറ്റവും ചെറുപ്പക്കാരായ ആളുകൾ മുതൽ വളരെ പ്രായമുള്ള ആളുകൾക്ക് വരെ സീതാറാമിനോട് ആ തരത്തിലേക്കുള്ള വൈകാരികമായ ഒരു ബന്ധമുണ്ട്. കാരണം സീതാറാമിന്റെ പാർട്ടി നേതാവ് എന്നതിനപ്പുറത്തേക്ക് എല്ലാ ആളുകളുമായും സാധാരണക്കാരായ ആളുകളുമായിട്ടടക്കം അത്തരം ഒരു ബന്ധം സൂക്ഷിക്കുന്ന ആളായിരുന്നു സീതാറാം യെച്ചൂരി. മുമ്പടക്കം പലപ്പോഴും പറയുമായിരുന്നു CPM ഓഫീസ് നിൽക്കുന്ന ഗോൾഡ് മാർക്കറ്റിലെ അടുത്ത കടകളിലുള്ള നിൽക്കുന്ന ചെറു പയ്യന്മാർക്കടക്കം വിവിധ
വിവിധ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നവരൊക്കെയാണ് കടകൾ ചെറിയ കൂലിക്കൊക്കെ നിൽക്കുന്ന പയ്യന്മാരാണ്. അവരോടടക്കം സീതാറാമിന് അവരെ പരിചയമുണ്ട്. സീതാറാമിനോട് അവർക്കും പരിചയമുണ്ട്. പരസ്പരം പേര് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അടുത്ത് ഒരു ഓഫീസിൽ വരുന്ന പ്രധാനപ്പെട്ട സൈദ്ധാന്തിക കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയെ അന്ന് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല സീതാറാം. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. മുന്നിൽ നിൽക്കുന്നവരോട് ചിരിച്ചുകൊണ്ട് ഏത് സമയവും സംസാരിക്കും. ഒട്ടുമിക്ക ഭാഷയും അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ലെങ്കിലും ആ സംസാരിക്കാൻ അറിയാത്ത ഭാഷയിലടക്കം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തിരിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സവിശേഷമായ സ്കില്ലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇംഗ്ലീഷും ഹിന്ദിയും തെലുങ്കും തമിഴും എല്ലാം അദ്ദേഹം പറയും. മലയാളമടക്കം അവസാന കാലത്തൊക്കെ മലയാളമടക്കം അദ്ദേഹത്തോട് മലയാളത്തിൽ ചോദിച്ചാൽ അദ്ദേഹത്തിന് മലയാളം എന്താണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ ചെറിയ ചില വാചകങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അങ്ങനെ വിവിധ ഭാഷകളിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് ചിലർക്കൊരു പ്രത്യേകതയാണ്. വളരെ വേഗത്തിൽ തന്നെ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കടക്കം സീതാറാമുമായി അത്തരത്തിലേക്കുള്ള വൈകാരിക ബന്ധമുണ്ട്. ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമല്ല, CPM-ന് അധികം ശക്തിയില്ലാത്ത സ്ഥലങ്ങളിലടക്കം സഞ്ചരിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള നേതാവാണ് സീതാറാം. അതുകൊണ്ട് തന്നെ അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഡൽഹിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഇന്നലെ തന്നെ വൈകുന്നേരം മുതൽ എത്തിച്ചേരാൻ ആരംഭിച്ചു എന്നാണ് ഡൽഹിയിൽ നിന്ന് AKG ഭവനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ആളുകൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴാണ് പൊതുദർശനം, എപ്പോഴാണ് എത്തേണ്ടത് എന്നുള്ളതും ആ വിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാവും അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിന് വേണ്ടി ഉണ്ടാവുക. അതിനുശേഷം CPM ഓഫീസിൽ നിന്ന് AKG ഭവനിൽ നിന്ന് എയിംസിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. വൈകുന്നേരത്തോടുകൂടി മൃതദേഹം എയിംസിന് കൈമാറുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. ചിലപ്പോൾ സ്വാഭാവികമായും ആളുകളുടെ എണ്ണ കൂടുതലൊക്കെ കൊണ്ട് അതിന് താമസമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തന്നെ മൃതദേഹം കൈമാറുന്ന എണ്ണം എന്നുള്ള തീരുമാനത്തിലാണ് CPM നിൽക്കുന്നത്. സ്വാഭാവികമായും ആ മൃതദേഹം പോകുന്ന വഴിയിലടക്കം ആളുകളുടെ ഈ യെച്ചൂരിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. 1975 മുതൽ ഡൽഹി നഗരത്തിന് പരിചിതമായ മുഖമാണ് സീതാറാം യെച്ചൂരി എന്നത്. 69-ലാണ് ഡൽഹിയിലെത്തുന്നത്. 75-ലാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലേക്ക് വരുന്നത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ അമരത്ത് നിൽക്കുന്ന പോരാളി എന്ന നിലയ്ക്കാണ് ഡൽഹി ആയാലും ഇന്ത്യ ആയാലും സീതാറാം യെച്ചൂരി എന്ന യുവ കമ്മ്യൂണിസ്റ്റുകാരനെ അറിയപ്പെടാൻ തുടങ്ങിയത്. അന്ന് തന്നെ അടിയന്തരാവസ്ഥക്കെതിരെ നടക്കുന്ന വലിയ സമരങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ബൗദ്ധിക കേന്ദ്രം എന്നതിനപ്പുറത്തേക്ക് അതിന് പ്രത്യക്ഷ സമരങ്ങളിലും രംഗത്ത് വന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെയായിരുന്നു JNUവിൽ ഉണ്ടായിരുന്നത്. അന്ന് JNUവിലെ SFI യൂണിറ്റിന്റെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ JNU സ്റ്റുഡൻസ് യൂണിയന്റെ 3 തവണ പ്രസിഡന്റായിരുന്ന പ്രകാശ് കാരാട്ടിന്റെ തൊട്ട് പിൻഗാമിയായിട്ടാണ് ഒരുമിച്ച് കടന്നു വരുന്നത്. ആദ്യം പ്രകാശ് കാരാട്ട് വരുന്നു, പിന്നീട് സീതാറാം യെച്ചൂരി വരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ക്യാമ്പസിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ വേരോട്ടമൊന്നും ഇല്ലാത്ത ഡൽഹി പോലൊരു സ്ഥലത്തെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്ന JNU പോലെ ഒരു സർവകലാശാലയിൽ SFI സംഘടന വരുന്നതും SFIക്ക് അവിടെ വലിയ സ്വാധീനം ലഭിക്കുന്നതും അങ്ങനെ അത് രാജ്യത്ത് തന്നെ അന്ന് വലിയ വാർത്തയും ഒക്കെ ആയിരുന്നു. JNU സർവകലാശാല, സ്റ്റുഡൻസ് യൂണിയൻ, SFI അധികാരത്തിലേറുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ അത്തരത്തിലേക്കുള്ള ആ മൂവ്മെന്റിന്റെ മുന്നിൽ നിന്നയാളാണ്. അതിനുശേഷമാണ് ഡൽഹിയിൽ അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നയിക്കുന്നു. പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ ഒളിവിൽ പോകുന്നു. കുറഞ്ഞ കാലം സീതാറാം യെച്ചൂരിയും ഒളിവിൽ പോകുന്നു. പോലീസിന്റെ അറസ്റ്റ് ഉണ്ടാവുന്നു. അന്ന് മേനകാ ഗാന്ധി ക്യാമ്പസിൽ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി സീതാറാമിന്റെ നേതൃത്വത്തിൽ തടയുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടാവുന്നു. അങ്ങനെ നിരന്തരമായ സംഘർഷങ്ങളുടെയും സമരങ്ങളുടെയും കാലമായിരുന്നു. ഈ സമരങ്ങളും സംഘർഷങ്ങളും ഒക്കെ നയിക്കുമ്പോഴും നമ്മൾ ആലോചിക്കണം, 12ാം ക്ലാസ്സിലും +2-ന് രാജ്യത്ത് 1ാം റാങ്കോടുകൂടി വിജയിച്ച ആളാണ് സീതാറാം യെച്ചൂരി. ഡിഗ്രിക്ക് ഓണേഴ്സ് പഠിക്കുമ്പോൾ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ സാമ്പത്തിക ശാസ്ത്രത്തിലും 1ാം റാങ്കോടുകൂടി വിജയിച്ച ആളാണ് സീതാറാം യെച്ചൂരി. എല്ലാം പഠനത്തിൽ ഏറ്റവും രാജ്യത്തെ ഒന്നാമനായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെയാണ് JNUവിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്നതും അറസ്റ്റ് വരിക്കുന്നതും ഒളിവിൽ പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നതും എല്ലാം തന്നെ. അങ്ങനെ നിൽക്കുന്ന ഒരു ആൾ അന്നു മുതൽ ഡൽഹി നഗരത്തിന് പരിചിതമായ ആൾ, പിന്നീട് നടന്ന സുപ്രധാനമായ ഡൽഹിയിലെ അധികാര മാറ്റങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു പക്ഷത്തല്ല മതേതര ചേരിയുടെ പക്ഷത്ത് ഉറച്ചു നിന്ന ഒരു നേതാവാണ്. അന്നെല്ലാം ഹർകിഷൻ സിംഗ് സുർജിത്തിനൊപ്പം നിന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനൊപ്പം ഈ മുന്നണി നെയ്ത്തു കലയിലും അദ്ദേഹത്തിനുണ്ടായ പാഠവുമെല്ലാം അതിൻ്റെ കൂടി ഫലമാണ്. ഹർകിഷൻ സിംഗ് സുർജിത്തിനെ പോലെ രാഷ്ട്രീയത്തിൽ അസാധ്യമെന്ന് തോന്നുന്നതെന്തും സാധ്യമാക്കി തീർക്കുന്ന അസാമാന്യമായ കഴിവും സർഗവൈഭവമുള്ള ഒരു നേതാവിനൊപ്പം നിന്ന് എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളെ കൂട്ടിയോജിപ്പിക്കേണ്ടത്, എവിടെയൊക്കെയാണ് അവർക്ക് വൈകല്യങ്ങളുള്ളത്, അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെ അവരെ കൂട്ടിയോജിപ്പിക്കാം, എവിടെയാണ് അവർ പിണങ്ങിപ്പോകാൻ സാധ്യതയുള്ളത്, ഇതൊക്കെ കൃത്യമായി തിരിച്ചറിയുന്ന
അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ള, അതോടൊപ്പം തന്നെ ഈ നേതാക്കളുമായിട്ടെല്ലാം തന്നെ വിപുലമായ ബന്ധം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അത്തരത്തിൽ എല്ലാ പ്രാദേശിക പാർട്ടി നേതാക്കളുമായും അത്തരത്തിൽ ബന്ധമുള്ള മറ്റൊരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ ചുരുക്കം ചിലരുടെ പേര് മാത്രമേ പറയാൻ കഴിയൂ. സീതാറാം യെച്ചൂരിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഉത്തർപ്രദേശിലാണെങ്കിൽ മുലായം സിംഗ് യാദവുമായി വളരെ അടുത്ത ഹൃദയബന്ധമുണ്ടായിരുന്നു. കിരൺ